ഹലോ ഗൈസ്, വെൽക്കം ടു കെസണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് ആസാദ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അജയ് ദേവ്ഗൻ, ഡയാന പെൻറ്റി, പിന്നെ അമാൻ ദേവ്ഗൻ, ദശ തടാനി എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഭിഷേക് കപൂർ എന്ന് പറഞ്ഞ ഒരാളാണ്. പടത്തിൻ്റെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് അമിത് ത്രിവേദിയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ സത്യജിത്ത് പാണ്ഡെ ആൻഡ് എഡിറ്റഡ് ബൈ ചന്ദൻ അറോറ. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ജസ്റ്റ് ആവറേജ് ഫിലിം. എനിക്ക് ഇതിൽ നല്ലതായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഒരു കുതിരയുണ്ട്. അജയ് ദേവ്ഗനെ ഫസ്റ്റ് ഹാഫ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേരുടെ അഭിനയവും പിന്നെ അങ്ങേരും ഇതിലൊരു കുതിര ഉണ്ട് ആസാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കുതിരയായിട്ടുള്ള ബോണ്ടൊക്കെ അത്യാവശ്യം നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ അവരുടെ കുതിരയുടെ ഒരു പെർഫോമൻസ് ആണെങ്കിലും അജയ് ദേവ്ഗൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ബട്ട് പിന്നെ ഒയ്യമ്മ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു പാട്ടാണ്. പിന്നെ സ്റ്റോറി വൈസ് ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. അതുകൊണ്ട് പണ്ട് ഇന്ത്യയിലുള്ള മീൻസ് ബ്രിട്ടീഷുകാരത്തെ പണ്ട് നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറി വൈസ് സൂപ്പർ. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ദ സ്ക്രീൻ പ്ലേ വാസ് ഫസ്റ്റ് ഹാഫിൽ അവർ മര്യാദയ്ക്ക് ചെയ്തു വെച്ചിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് ഇറ്റ്സ് ഡാംഡ്. കാരണം പറഞ്ഞാൽ അത് ഗാർബേജിലോട്ട് എത്തിച്ച് അവർ. മീൻസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ അവർ നല്ലൊരു സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും കോതയ്ക്ക് വെട്ടെന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ വിഷ്വൽ വൈസ് ആണെങ്കിൽ അത് തന്നെ അവസ്ഥ. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ട് പോയി. നല്ലതായിട്ടിങ്ങനെ നല്ല മീൻസ് ഒരു പീരിയോഡിക് ആക്ഷൻ ഫിലിമാണ് നമ്മൾ കാണുന്നുള്ളൊരിതിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും ഇതെന്തോ പീരിയോഡിക് ആക്ഷൻ ഫിലിം എന്ന് പറഞ്ഞിട്ട് ഒരു പീരിയോഡിക് റൊമാൻറ്റിക് ഡ്രാമയാണല്ലോ എടുക്കാൻ നോക്കണേ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ സ്റ്റോറി അവിടെ നിന്ന് ഇവിടെ കാരണം ഈ സ്റ്റോറി ചേഞ്ച് ആയോന്ന് സംശയം. സ്റ്റോറി വേറെ ഒരു റൂട്ട് പോണ്. സ്റ്റോറി അത്യാവശ്യം ഈസാണ്. പക്ഷെ ഈ സെക്കൻഡ് ഹാഫിൽ വേറെ ഏതോ റൂട്ടിലോട്ടൊക്കെ പോയിരിക്കണം അവർ. എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഈ അമ്മൻ്റെയും ആ കുതിരായിട്ടുള്ള ബോണ്ട് എനിക്ക് വർക്കായില്ല. പക്ഷേട്ടുള്ള ബോണ്ട് ഓക്കെ. പിന്നെ വേറൊരു കാര്യം, രക്ഷാതണ്ടാനിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽക്കാർക്ക് അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. സംഭവം ഒന്നുമില്ലടെ, KGF സിനിമയിൽ പ്രൈം മിനിസ്റ്ററുടെ രമിക സെൻ അവരുടെ ശരിക്കും അവരുടെ മോളാണ് ഇത്. അവരുടെ ഫസ്റ്റ് പടമാണിത്, മോളുടെ. അതേപോലെ അജയ് ദേവ്ഗൻ്റെ മോനാണ് അമൻ ദേവ്ഗൻ, അവരുടെ ഫസ്റ്റ് പടമാണിത്. പക്ഷേ ഇത് വല്ലാത്ത ചെയ്തായിപ്പോയി. വൃത്തിയായിട്ട് ആക്ടിങ് കേട്ട് എന്തായാലും ലെസ് സ്കോപ്പ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ റൊമാൻറ്റിക്കൊന്നും എനിക്ക് അത്രയും വർക്കായിട്ടില്ല. പിന്നെ പടത്തിൽ ഒരു കാര്യം പറയാൻ ഓർമ്മയുണ്ട്. ഈ സിനിമയിൽ ഞാൻ പെൻറ്റിയും ഒരു മീൻസ് അജയ് ദേവ്ഗനായിട്ടുള്ള ഒരു കോംബോ വരുന്നുണ്ട്. അവരായിട്ടുള്ള കോൺവെർസേഷൻസ് ആണെങ്കിലും അവരായിട്ടുള്ള ബോണ്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു പവർ എനിക്ക് ഫീൽ ചെയ്ത് ഒരു ഫീൽ വന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അമൻ ദേവ്ഗൻ എൻ്റെ ശേഷം ബോണ്ടുണ്ട്, അത് എനിക്ക് അത്ര വർക്കായില്ല. ചിലപ്പോൾ പുതിയതായതുകൊണ്ട് പുതുമുഖങ്ങളായതുകൊണ്ടായിരിക്കും ഇവർക്ക്
ഇനിയും പടങ്ങൾ കിട്ടുമായിരിക്കും, അവർ അതിൽ ശരിയാക്കി എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കാം. ഇത്ര പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡയറക്ടറോട് എനിക്ക് പറയാനുള്ള ഒരു നിങ്ങൾ സ്റ്റോറി നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോറി പറയാൻ മറന്നു കേട്ടോ, ഈ സിനിമ ഒറ്റയ്ക്കല്ല, സ്റ്റോറി സുരേഷ് നായർ എന്ന് പറഞ്ഞ ഒരാളും ഈ സിനിമയിൽ മേഡം റൈറ്റിങ്ങിന് ഇരുന്നിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെ നിന്നിട്ടുണ്ട്, വേറെ 2 പേർ പേരും കണ്ട് ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോൾ ഈ 4 പേർക്കും ഹാൻഡ്സ് അപ്പ് ചെയ്യാൻ എനിക്ക് തോന്നി. ബട്ട് സ്ക്രീൻ പ്ലേ വൈസ് അവർ ഫസ്റ്റ് ഹാഫിൽ വരെ എഴുതിയിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. അല്ലാതെ വേറെ കുഴപ്പം എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ പ്രൈമിലാണ് കണ്ടത്, സോറി പ്രൈമിലല്ല, ടെലിഗ്രാമിലാണ് കണ്ടത്. പറഞ്ഞത് മാറിപ്പോയാണ്, സോറി. ഡൗൺലോഡ് ചെയ്താണ് കണ്ടത്. നെറ്റ്ഫ്ലിക്സ് കിടപ്പുണ്ട്, പക്ഷേ എൻ്റെ നെറ്റ്ഫ്ലിക്സ് തീർന്നില്ല, അതുകൊണ്ട് ഈ റീചാർജ് ചെയ്തു. അപ്പോൾ റീചാർജ് ചെയ്തിട്ട് ഇനി അതിന്ന് പടം കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂടെ. എന്തായാലും ഞാൻ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ മസ്കസ്.